ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകളെ കുറിച്ചിട്ടാണ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് പറഞ്ഞായിരുന്നു. അതിന് ചില ഡിസഡ്വാൻറ്റേജസ്, ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഇലക്ട്രോഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, റെഫറൻസ് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയണം. നോൺ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കണം അവർക്ക്. അങ്ങനെയുള്ളവരെ മറ്റുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ 3 സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകൾ പഠിക്കാനുണ്ട്. കലോമൽ ഇലക്ട്രോഡ്, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, ഗ്ലാസ് ഇലക്ട്രോഡ്. എന്തൊക്കെയാണ്? കലോമൽ ഇലക്ട്രോഡ്, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, ഗ്ലാസ് ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡ്, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്, ഗ്ലാസ് ഇലക്ട്രോഡ്. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് കലോമൽ ഇലക്ട്രോഡാണ്. ഇതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിന്റെ സ്ട്രക്ചറും അതിന്റെ കൺസ്ട്രക്ഷനും പിന്നെ അവിടുത്തെ റിയാക്ഷൻസും ഒക്കെ നമ്മൾ പഠിക്കണം. ഇതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിന്റെ സ്ട്രക്ചർ. നോക്കിക്കേ, ഒരു ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബിൽ നമ്മൾ ബോട്ടം, ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. അറ്റ് ദ ബോട്ടം മെർക്കുറി ഈസ് പ്ലേസ്ഡ്. HG അല്ലേ? HG എന്താ? മെർക്കുറി ആണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ? ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. അറ്റ് ദ ബോട്ടം മെർക്കുറി ഈസ് പ്ലേസ്ഡ്. താഴ്ഭാഗത്ത് നമ്മൾ മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഈ മെർക്കുറിയെ കവർ ചെയ്തുകൊണ്ട് പേസ്റ്റ് ഓഫ് മെർക്കുറി ആൻഡ് Hg2Cl2 എന്ന് വെച്ചാൽ മെർക്കുറസ് ക്ലോറൈഡ് ആണ്. എന്താണ് Hg2Cl2? മെർക്കുറസ് ക്ലോറൈഡ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. അറ്റ് ബോട്ടം മെർക്കുറി ഈസ് പ്ലേസ്ഡ്. ഇറ്റ് കവേർഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് മെർക്കുറി ആൻഡ് മെർക്കുറസ് ക്ലോറൈഡ്. നമ്മുടെ ഗ്ലാസ് ട്യൂബിന്റെ ബോട്ടം മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ മെർക്കുറിയെ കവർ ചെയ്തുകൊണ്ട് പേസ്റ്റ്, മെർക്കുറിയുടെയും മെർക്കുറസ് ക്ലോറൈഡിന്റെയും പേസ്റ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഒന്നും കൂടെ ഉണ്ട്. ദിസ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എന്താണ്? സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ. നമ്മുടെ ഈ എടുത്തിരിക്കുന്നത് എന്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCl സൊല്യൂഷൻ. എന്താണ് KCl? പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. പിന്നെ നോക്കൂ, ഒരു പ്ലാറ്റിനം വയർ ഈസ് ഡിപ്ഡ് ഇൻ HGയിലേക്ക്, നമ്മുടെ മെർക്കുറി ലെയറിലേക്ക് ഒരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടു മേക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ടാ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ് ഇതിന്റെ യൂസ്? അനദർ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂഷനും നമ്മുടെ ഈ കലോമൽ ഇലക്ട്രോഡും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. എന്തിന്റെ? കലോമൽ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ. ഒന്നും കൂടെ പറയാം. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. അറ്റ് ബോട്ടം മെർക്കുറി ഈസ് പ്ലേസ്ഡ്. ഇറ്റ് കവേർഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് മെർക്കുറി ആൻഡ് മെർക്കുറസ് ക്ലോറൈഡ് ആൻഡ് ദിസ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ. പ്ലാറ്റിനം വയർ ഈസ് ഡിപ്ഡ് ഇൻ ടു HG ലെയർ ടു മേക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കലോമൽ ഇലക്ട്രോഡിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇനി എങ്ങനെ നമുക്ക് കലോമൽ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യാം? നോക്കിക്കേ, ആദ്യം മെർക്കുറസ് ക്ലോറൈഡ് /KCl. മെർക്കുറസ് ക്ലോറൈഡ്, പിന്നെ എന്താ ഉള്ളത്? KCl. അപ്പൊ മെർക്കുറസ് ക്ലോറൈഡ് KCl. അങ്ങനെ നമുക്ക് കലോമൽ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യാം. HG ബാർ Hg2Cl2 ബാർ KCl അല്ലെ? ആ ഒരു ഓർഡർ ഓർത്ത് വെച്ചേക്കുക. ബോട്ടം HG ആണ്, കവർ ചെയ്തിരിക്കുന്നത് HGയും Hg2Cl2ന്റെ പേസ്റ്റും ആണ്. അപ്പൊ HG ബാർ Hg2Cl2. അതിന്റെ മുകളിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് KCl സൊല്യൂഷൻ ആണ്. അപ്പം ബാർ KCl. ഇങ്ങനെ നമുക്ക് കലോമൽ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി കലോമൽ ഇലക്ട്രോഡ് റിയാക്ഷൻ എങ്ങനെ എഴുതാം? കലോമൽ ഇലക്ട്രോഡിലെ റിയാക്ഷൻ നമ്മൾ എഴുതുന്നത് മെർക്കുറസ് ക്ലോറൈഡ്, അതായത് Hg2Cl2 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ 2 HGയും 2 Cl- അയോണുമായിട്ട് മാറുന്നു. അപ്പം കലോമൽ ഇലക്ട്രോഡ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് പ്ലസ് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നു? 2 HG പ്ലസ് 2 Cl- അയോൺ ആയിട്ട് മാറുന്നു. ഇതാണ് ഇലക്ട്രോഡ് റിയാക്ഷൻ. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം പഠിച്ചത് ഇലക്ട്രോഡ് റെപ്രസെന്റേഷൻ ആണ്. താഴെ മെർക്കുറി ബാർ HG ബാർ, മുകളിൽ Hg2Cl2 ബാർ KCl. രണ്ടാമത് പറഞ്ഞത് ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ്. Hg2Cl2 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2 HG മോളിക്യൂളും 2 Cl- അയോണുമായിട്ട്
മാറുന്നു. പിന്നെ ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചപ്പം പഠിച്ചു ദേ ക്യാൻ ആക്ട് ആസ് ആനോഡ് ഓർ കാഥോഡ് എന്ന്. ഇതിനും എന്ത് ചെയ്യാൻ പറ്റും? ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആനോഡായിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പോലെ തന്നെ കലോമൽ ഇലക്ട്രോഡിനും ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. അവിടെ നമ്മൾ SHE നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോൺ ആണ്, അത് 0 ആണെന്നാണ് പഠിച്ചത് അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇവിടെയും നോൺ ആയിരിക്കണം എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് കലോഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ 2 എണ്ണം എടുക്കാറുണ്ട് 2 കണ്ടീഷനിൽ. ഒന്ന് 0.2810 വോൾട്ട് എടുക്കാറുണ്ട്, 0.2810 വോൾട്ട് എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്നത് ഏത് കണ്ടീഷനിലാണ്? നോർമൽ ആയിട്ടുള്ള KCl ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇവിടെ നമുക്ക് കാണാം കലോമൽ ഇലക്ട്രോഡിൽ സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നോർമൽ ആയിട്ടുള്ള KCl സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കലോമൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0.2810 വോൾട്ട് ആയിരിക്കും. എത്ര ആയിരിക്കും? 0.2810 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡ് KCl സൊല്യൂഷൻ ആണെങ്കിൽ വോൾട്ടേജ് 0.2422 വോൾട്ട് ആയിരിക്കും. 0.2422 വോൾട്ട് ആയിരിക്കും. ഇപ്പൊ കലോമൽ ഇലക്ട്രോഡ് 2 വോൾട്ടേജ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുക്കാറുണ്ട്. അതായത് KCl സൊല്യൂഷൻ 1 നോർമൽ സൊല്യൂഷൻ ആണെങ്കിൽ 0.2810 വോൾട്ടും, ഇനി അതല്ല സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ 0.2422 വോൾട്ടും എന്തായിട്ട് എടുക്കാറുണ്ട്? കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാറ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കലോമൽ ഇലക്ട്രോഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കണം. ആ ഫിഗറിൽ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. അവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അറ്റ് ബോട്ടം മെർക്കുറി ഈസ് പ്ലേസ്ഡ്. താഴ്ഭാഗത്ത് മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് കവേർഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് മെർക്കുറസ് ക്ലോറൈഡ് ആൻഡ് മെർക്കുറി. അത് കവർ ചെയ്തുകൊണ്ട് മെർക്കുറസ് ക്ലോറൈഡിന്റെയും മെർക്കുറിയുടെയും പേസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് KCl സൊല്യൂഷൻ. ഇത് KCl സൊല്യൂഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം വയർ ഈസ് ഡിപ്ഡ് ഇൻ ടു ദ HG ലെയർ ടു മേക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. നമ്മളൊരു പ്ലാറ്റിനം വയർ ആ മെർക്കുറി ലെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ്. എന്തുകൊണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജും ഉണ്ട്. ഇതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിന്റെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ പഠിച്ചത് ഈ ഇലക്ട്രോഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഫിഗർ അറിയാം. HG ബാർ Hg2Cl2 ബാർ KCl. അങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോഡ് റെപ്രസെന്റേഷൻ. ഇലക്ട്രോഡ് റിയാക്ഷൻ എന്താണ്? നമ്മുടെ Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് പ്ലസ് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2Hg ആയിട്ടും 2Hg മോളിക്യൂൾ ആയിട്ടും 2Cl മൈനസ് അയോൺ ആയിട്ടും മാറുന്നു. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? They can act as anode or cathode. 1 നോർമൽ KCl സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാവുന്ന അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.2810 വോൾട്ടും, ഇനി അതല്ല സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ ആണെങ്കിൽ കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.2422 വോൾട്ടും ആയിരിക്കും. ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. നമ്മുടെ കലോമൽ ഇലക്ട്രോഡിന് കപ്പിൾ ചെയ്യുന്ന നമ്മളിപ്പം കലോമൽ ഇലക്ട്രോഡ് നമ്മൾ പറയുന്നുണ്ട് മറ്റൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് കപ്പിൾഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പം കപ്പിൾഡ് ഇലക്ട്രോഡും ഉണ്ട്, നമ്മുടെ കലോമൽ ഇലക്ട്രോഡും ഉണ്ട്. അപ്പം കപ്പിൾഡ് ഇലക്ട്രോഡിനേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കലോമൽ ഇലക്ട്രോഡിന് കുറവാണെങ്കിൽ, കലോമൽ ഇലക്ട്രോഡിന് ലോ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്കിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യും, ഓക്സിഡേഷൻ നടക്കും. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കപ്പിൾഡ് ഇലക്ട്രോഡിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കലോമലിലെങ്കിൽ അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് അവിടെ റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡുമായിട്ട് ബന്ധപ്പെടുത്തി കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണോ അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് കലോമൽ ഇലക്ട്രോഡ് പ്രവർത്തിക്കും. കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡ് എന്താണ്? ഗ്രേറ്റർ ആയിട്ടാണ്, അതിന്റെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈ എങ്കിൽ കലോമൽ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. കപ്പിൾഡ് ഇലക്ട്രോഡിന്റെ ലോ ആണെങ്കിൽ കലോമൽ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ തിരിച്ചു പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കപ്പിൾഡ് ഇലക്ട്രോഡിനേക്കാൾ ഹൈ എങ്കിൽ ദേ ക്യാൻ ആക്ട് ആസ് കാഥോഡ്. കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കപ്പിൾഡ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലേക്കാൾ കുറവാണെങ്കിൽ ദേ ക്യാൻ ആക്ട് ആസ് ആനോഡ് എന്ന് നമുക്ക്
പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെലോമിൻ ഇലക്ട്രോഡിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കെലോമിൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കിനി കെലോമിൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് സിങ്ക് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്. നോക്കിക്കേ, നമ്മുടെ സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 വോൾട്ടാ. സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 വോൾട്ടാ. CE എന്ന് എഴുതിയിരിക്കുന്നത് കെലോമിൻ ഇലക്ട്രോഡ് ആണ്. നമുക്കറിയാം കെലോമിൻ ഇലക്ട്രോഡിന് രണ്ടെണ്ണം, നോർമൽ KCl സൊല്യൂഷൻ ആണെങ്കിൽ 0.2810 എന്നും സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ ആണെങ്കിൽ 0.2422 വോൾട്ട് ആയിരിക്കും എന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സാച്ചുറേറ്റഡ് KCl സൊല്യൂഷനാ. അപ്പൊ 0.2422 വോൾട്ടാ. ഇത് നമ്മുടെ കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡ് സിങ്കാ. അപ്പൊ സിങ്കിന് നെഗറ്റീവ് വാല്യൂ ആ, എന്ന് വെച്ചാൽ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാ. ഇതിനകത്ത് ഹൈ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത് കെലോമിൻ ഇലക്ട്രോഡിനാ. നമ്മൾ പറഞ്ഞു കെലോമിൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈ ആണെങ്കിൽ, കെലോമിൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈ ആണെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു? കാഥോഡായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഹൈ ആണല്ലോ. അപ്പൊ കെലോമിൻ ഇലക്ട്രോഡ് എവിടെ ആയിരിക്കണം വരയ്ക്കേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാൽവാനിക് സെൽ പഠിച്ചപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത് ആനോഡാണ്, റൈറ്റ് സൈഡിലാണ് കാഥോഡ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ ആരാണ്? ആനോഡ്. റൈറ്റ് സൈഡിൽ എന്താണ്? കാഥോഡ്. അപ്പൊ നമ്മൾ ആദ്യം ആരാണ് കാഥോഡ്, ആരാണ് ആനോഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മളിവിടെ പോയിന്റിൽ പഠിച്ചു കെലോമിൻ ഇലക്ട്രോഡിനാണ് കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡിനേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈ എങ്കിൽ അത് കാഥോഡാണ്. കെലോമിൻ ഇലക്ട്രോഡിന് കപ്പിൾഡ് ഇലക്ട്രോഡിനേക്കാൾ ലോ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്കിൽ അത് ആനോഡാണ്. ഇവിടെ നമ്മുടെ സിങ്ക് ആണ് കപ്പിൾ ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡ്. സിങ്കിൻ്റെത് -0.76 വോൾട്ട് ആണ്. കെലോമിൻ ഇലക്ട്രോഡിൻ്റെത് 0.2422 വോൾട്ട് ആണ്. ഹൈ ആയിട്ട് വരുന്നത് കെലോമിൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അപ്പം കെലോമിൻ ഇലക്ട്രോഡ് കാഥോഡാണ്. കാഥോഡ് പ്ലേസ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലാണ്, ആനോഡ് പ്ലേസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ വോൾട്ട് മീറ്റർ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോൾട്ട് ബ്രിഡ്ജ് വരച്ചത് ഇപ്പുറത്താണ്. സോൾട്ട് ബ്രിഡ്ജ് വരേണ്ടത്, സോൾട്ട് ബ്രിഡ്ജ് നമ്മുടെ സൊല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് വരേണ്ടത് ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് വരുന്നത്. സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കണക്ഷൻ. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് റൈറ്റ് മാറി വന്നതെന്ന് മനസ്സിലായല്ലോ. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ആനോഡും റൈറ്റ് സൈഡിൽ എപ്പോഴും കാഥോഡും ആയിരിക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം E∞ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. നമ്മൾ ഇലക്ട്രോഡ്, ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? E∞ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാണ്. എഴുതാലോ നമുക്ക് ഇക്വേഷൻ. E∞ ഈക്വൽ ഈ കാഥോഡ്. E∞ ഈക്വൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. E∞ ഈക്വൽ ഈ കാഥോഡ്. ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമ്മുടെ കാഥോഡ് ആരാണ്? കാഥോഡ് കെലോമിൻ ഇലക്ട്രോഡാണ്. കെലോമിൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താ? ഇവിടെ കെലോമിൻ ഇലക്ട്രോഡാണ് കാഥോഡ്. ഹൈ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുന്നത് കൊണ്ട് സിങ്കിന് ലോ ആയതുകൊണ്ട് സിങ്ക് ആനോഡാണ്. അപ്പം കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതാമല്ലോ. എത്രയാ? 0.2422 വോൾട്ട് മൈനസ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരാണ് ആനോഡ്? സിങ്ക് ആണ്. ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ കെലോമിൻ ഇലക്ട്രോഡിനെ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തത്. ഇനി നമുക്കറിയാം ഇവിടെ E∞ എന്ന് പറയുന്നത് എന്താ? ഈ സെല്ലിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാ. അത് ഇവിടെ നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്ററിൽ കാണിക്കും. ആ മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടും. ആ മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് എത്രയാണോ അപ്പം ഈ സെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സമം ഈക്വൽ 0.2422 മൈനസ് ഈ സെല്ല് ചെയ്താൽ മതി അല്ലേ. ആനോഡിന്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആനോഡിനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. ഈ സെല്ല് അപ്പുറത്ത് കളഞ്ഞാൽ പോസിറ്റീവ് ഈ സെല്ല് മൈനസ് ആവും. അപ്പൊ 0.2422 വോൾട്ട് 0.2422 വോൾട്ട് മൈനസ്
ഈസെൽ എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിമ്പിൾ ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തത്? ഈസെൽ ഈക്വൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡ് കെലോമൽ ഇലക്ട്രോഡ് ആണ്. കെലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCl സൊല്യൂഷൻ ആയതുകൊണ്ട് 0.2422 വോൾട്ട് ആണ്. ഈസെല്ല് നമുക്കിവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള വോൾട്ട് മീറ്ററിൽ കിട്ടുന്നത് ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. കെലോമലിന്റെയും സിങ്കിന്റെ ഈ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിങ്കിന്റെയും കൂടെ ചേർത്തിട്ടാ. അപ്പൊ ഈസെൽ എന്നുള്ളിടത്ത് ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ കെലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ഈസെൽ. ഇതിലിങ്ങനെ നമുക്ക് കെലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? അനദർ ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇനി കോപ്പറിന്റെ ആണെങ്കിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കോപ്പറിന്റെ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ സിങ്ക് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കെലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവിടുത്തെ റിയാക്ഷൻ എഴുതിയില്ല, അതും കൂടെ നോക്കാം. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതണം. ആനോഡ് ആരാ? സിങ്ക് അല്ലേ? അത് നമുക്കറിയാം. Zn gives Zn 2++ 2 ഇലക്ട്രോൺ എന്നാണ് ആനോഡിലെ റിയാക്ഷൻ. കാഥോഡ് എന്താണ്? കാഥോഡ് ഇവിടെ കെലോമൽ ഇലക്ട്രോഡ് ആണ്. അവിടുത്തെ ഇലക്ട്രോഡ് റിയാക്ഷൻ നമ്മൾ എഴുതിയതാണ്. Hg2Cl2 + 2 ഇലക്ട്രോൺ ഗിവ്സ് 2Hg + 2Cl മൈനസ്. കെലോമൽ ഇലക്ട്രോഡ് പഠിച്ചപ്പോൾ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയില്ലേ? അത് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? Hg2Cl2 + 2 ഇലക്ട്രോൺ ഗിവ്സ് 2Hg + 2Cl മൈനസ്. ഇതാണ് സിങ്കിന്റെ കണ്ടുപിടിക്കുന്നത്.